ഹലോ 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 ഫൈനലി ഞാനൊരു വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. അതൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇതുവരെയായിട്ട് ഒരു വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഫൈനലി ആഫ്റ്റർ മേബി 3-4 months ആണ് ആയെന്ന് തോന്നുന്നു. എന്തായാലും ഫൈനലി ഞാൻ ഒരു വ്ളോഗായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതെന്താന്ന് വെച്ചാൽ ആക്ച്വലി ഒരു ട്രാവലിംഗ് വ്ളോഗ് എനിക്ക് എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. പക്ഷെ എന്തായാലും ഞാൻ മാക്സിമം ശ്രമിക്കാം. ഒരു കൈൻഡ് ഓഫ് ട്രാവലിംഗ് വ്ളോഗാണ്. അതെ, എൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷനായ കാശ്മീരിലേക്ക് പോവാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ അമ്മയും. എനിക്കറിയാം എൻ്റെ മാത്രമല്ല വേറെ ഒരുപാട് പേരുടെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ തന്നെയാണ് കാശ്മീർ. അപ്പൊ എനിക്ക് ഒരുപാട് വർഷത്തെ ആഗ്രഹമായിരുന്നു എന്തെങ്കിലും അവിടെ പോകണമെന്ന്. പക്ഷെ ഉണ്ടല്ലോ ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച ടൈമിലോ അല്ലെങ്കിൽ വിചാരിച്ച പോലെ നടക്കില്ല. അപ്പോ ഈ മാസം ഡിസംബർ 8 എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എനിക്ക് ബർത്ത്ഡേക്ക് എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോകണം എന്ന് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യാം. കുറെ നാളായിട്ട് അതിനെ വിചാരിച്ചു ഈ വർഷം അങ്ങനെ ചെയ്യണം. അപ്പൊ ഇങ്ങനെ പറഞ്ഞു അവസരം പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് കാശ്മീർ തന്നെ പോകാം. അത് നല്ലൊരു മീൻസ് ഒരുപാട് ആഗ്രഹിച്ചതും അല്ലേ, നമുക്ക് അതിൽ തന്നെ പോകാം. ഫൈനലി വന്നെത്തി. അങ്ങനെയാണ് ഇപ്പൊ പോകുന്നത്. പക്ഷെ ഇതിന്റെ ഇടയിൽ വേറെ കുറെ സ്ട്രഗിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ വരുന്ന വഴിക്ക് പതുക്കെ ഞാൻ പറയും. ഇപ്പൊ നമ്മൾ പോകുന്നത് ഡൽഹിയിൽ നിന്നാണ് പോകുന്നത്. ഡൽഹിയിൽ നമുക്ക് 2 ദിവസത്തെ സ്റ്റേ ഉണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡൽഹി വരെ പോകുന്നത് ട്രെയിനിലാണ്. ട്രെയിനിൽ വേറെയുള്ളൊരു സംഭവം എന്ന് വെച്ചാല് ഇത് നമ്മൾ ആക്ച്വലി അതും സത്യം പറഞ്ഞാൽ വലിയൊരു ആഗ്രഹമായിരുന്നു. അതല്ല, ഇതും വലിയൊരു ആഗ്രഹമാണ്. നമ്മള് രാജധാനിയിലാണ് പോകുന്നത്. രാജധാനി എക്സ്പ്രസ്സില് ഫസ്റ്റ് AC കൂപ്പ എടുത്തിട്ടാണ് പോകുന്നത് ഞാനും ഉമ്മയും കൂടെ. അപ്പോ ഇത് എന്തായാലും നമ്മുടെ ട്രിപ്പല്ല, അപ്പൊ ആ യാത്ര എൻജോയ് ചെയ്തെങ്കിൽ ഇത് നല്ലൊരു ചോയ്സ് ആണെന്ന് തോന്നി എടുത്തതാണ്. പക്ഷെ നമുക്ക് ഇത് ടിക്കറ്റ് ഭയങ്കര പാടായിരുന്നു സത്യം പറഞ്ഞാൽ കിട്ടാൻ. ഫസ്റ്റ് നമ്മള് ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ തന്നെ ആദ്യമേ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. വെയിറ്റിംഗ് ലിസ്റ്റ് 1 and 2 ആയിരുന്നു. പക്ഷെ അവിടുന്ന് അവർ ഒരു ഹോപ്പും പറയുന്നുണ്ടായിരുന്നില്ല, കിട്ടാൻ ചാൻസ് ഇല്ല, അത് കൺഫേം ആവാൻ ചാൻസ് കുറവാണെന്നുള്ള രീതിക്ക് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു. അതുകൊണ്ട് നല്ല ടെൻഷനും ഉണ്ടായിരുന്നു. ലാസ്റ്റ് വരെയും ടെൻഷൻ മീൻസ് ഫസ്റ്റ് ഇത് വെയിറ്റിംഗ് ലിസ്റ്റ് മാറിയിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, പിന്നെ ഫസ്റ്റ് AC ഇപ്പൊ ടിക്കറ്റ് നമുക്ക് കൺഫേം ആണെങ്കിലും കൂപ്പ കിട്ടുമോ എന്നുള്ളതും ഡൗട്ടായിരുന്നു. ഇപ്പൊ നമുക്ക് കൂപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് എഴുതി ആപ്ലിക്കേഷൻ ഒക്കെ കൊടുക്കണം. റെയിൽവേയുടെ ഓഫീസിന്റെ പേര്. അപ്പൊ അവിടെ പോയി അത് നമ്മൾ സെപ്പറേറ്റ് റിക്വസ്റ്റ് കൊടുക്കുകയും വേണം ഈ സംഭവം കിട്ടണമെങ്കിൽ. അപ്പൊ നമുക്ക് വേറെ MP അങ്ങനെ VIPs ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ ഭയങ്കര പാടാം. അവർക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അതുകൊണ്ടല്ല, കൂപ്പ കിട്ടണമെങ്കിൽ തന്നെ അങ്ങനെയാണ്. കൂപ്പ കിട്ടണമെങ്കിൽ ഫസ്റ്റ് അവർക്ക് ആയിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി, അതിനുശേഷമായിരിക്കും നമുക്ക്. ഇപ്പൊ നമുക്ക് കൺഫേം ആകാത്തതുകൊണ്ട് സ്പെഷ്യൽ കോട്ടയിൽ നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടാണ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു ഞങ്ങള് 2 പെണ്ണുങ്ങൾ മാത്രമായത് കൊണ്ടായിരിക്കാം ചിലപ്പോ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിട്ടും പെട്ടെന്ന് കിട്ടിയതെന്ന് തോന്നുന്നു. ഇന്ന് വൈകിട്ട് ഇപ്പൊ നമുക്ക് 7:15 ട്രെയിൻ. കറക്റ്റ് 3:30 നമുക്ക് കൺഫേം ആയി എന്ന് പറഞ്ഞ മെസ്സേജ് വന്നത്. അതുവരെയും ഒരു കൺഫേം ആകും എന്നുള്ളൊരു ഹോപ്പില് സത്യം പറഞ്ഞാൽ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് വെച്ചാണ് എഴുതുന്നത്. ഇവിടുന്ന് അങ്ങോട്ടുള്ളത് ബാക്കിയെല്ലാം നമ്മൾ ബുക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഹോപ്പായിരുന്നു എല്ലാം ശരിയാവുന്നത്. അവസാനം എല്ലാം ക്ലിയർ ആയി. നമ്മൾ വേദനത്തിരിക്കുകയാണ്. ഞാൻ ഇനി കാണിച്ചത് എന്താണെന്ന്. അപ്പൊ ഇതേ നമ്മുടേത് കൂപ്പയാട്ടോ നമ്മുടേത്. നമ്മുടെ ട്രെയിനിൽ ശരിക്കും ഫസ്റ്റ് വ്ലോഗാണ്. അപ്പൊ ഇതിങ്ങനെ തുറന്നാൽ ഇതാണ് നമ്മുടെ കുബ. ഇവിടെ മുകളിലും താഴെയായിട്ടുള്ള ബർത്ത്. ഇവിടുന്ന് മുകളിലേക്ക് കയറാൻ ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് പോലെ ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനൊരു മിററുണ്ട്. വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഇതിലെ ഹൈലൈറ്റ് എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിലെ ഹൈലൈറ്റ് ഈ പറഞ്ഞ സംഭവം തന്നെ കേട്ടോ. എന്താ പറയാ, വലിയൊരു മിറർ. നമുക്കിത് ഇവിടെ ഇരുന്നാലും കാണാം. ഓക്കെ, ഇരുന്നാലും കാണാം. അപ്പൊ ഇതാണ് സംഭവം. പക്ഷെ ഇതിലുള്ള ആകെ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബെഡ്ഷീറ്റും പില്ലോ
ആ സെറ്റപ്പുകളൊന്നും ഇല്ല. ഇപ്പൊ മുമ്പ് കൊറോണയ്ക്ക് ശേഷം ആണ് ഈ സംഭവം ഇല്ലാത്തത്. ബാക്കി മുമ്പൊക്കെ വലിയ പില്ലോ ഉണ്ടായിരുന്നു, നോർമൽ ട്രെയിനുള്ള പോലത്തെ അല്ലാതെ ഫസ്റ്റ് AC യിലാകുമ്പോൾ വലിയ പില്ലോ. ഓക്കെ, ഫസ്റ്റ് AC യിലാകുമ്പോൾ വലിയ പില്ലോ ഉണ്ടായിരുന്നു, പിന്നെ ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും ഒക്കെ മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ലാന്നാണ് പറയണത്. അത് വലിയ വിഷമമായി പോയി. പക്ഷെ അവസാനം നമ്മള് കരുതിയിട്ടുണ്ട് എന്തായാലും എല്ലാം. പിന്നെ ഫുഡ് നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്യണം. മുമ്പ് ടിക്കറ്റിന്റെ കൂടെ എല്ലാം ഉണ്ടായിരുന്നു, അത് സെപ്പറേറ്റ് പേ ചെയ്യാൻ വേണം. അപ്പൊ യെസ്, ഇതാണ്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള ഞങ്ങളുടെ ട്രാവലിംഗ് കാണാം. How much? 300. One blanket, one pillows, 2 bed sheets. Blanket, pillow, bed sheet. നോർമലി ഉള്ള ഒരു സെറ്റ് ഉണ്ടല്ലോ, 2 ബെഡ്ഷീറ്റും ഒരു ബ്ലാങ്കറ്റും ഒരു പില്ലോയും കൂടെ 300. Bedsheet you gentle. ഓക്കെ, കുഷ്യൻ പില്ലോ ആണ്. വേണ്ട നമ്മള് 180 का भी है. 180. 70 rupees. വേണോ? അല്ല വലുതല്ല. ഞങ്ങൾ ഓൾറെഡി ഇല്ല, പില്ലോയും ഷീറ്റൊന്നും ഇല്ലാന്ന് പറഞ്ഞതുകൊണ്ട് നമ്മള് ഒക്കെ വീട്ടിൽ കയറിയിരുന്നു. മറ്റേ ഗ്യാസിലൊക്കെ കാറ്റ് നിറക്കണ പില്ലോയും ഷീറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. How much? 50. 15 or 15? 15 or 50? 15. Thank you. ഞാനൊരു 15 പറഞ്ഞപ്പോഴേ എയർപോർട്ടിലേക്കാണ് കഷ്ടം വിചാരിച്ചു. സൂപ്പ് എന്താണ് അവസ്ഥ? ഗ്ലാസ്സിലെ സൂപ്പാണ്. അല്ല, മുമ്പും ട്രെയിനിലൊക്കെ ഇപ്പൊ നമ്മള് നോർമലി ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ അവർ ഇങ്ങനെയൊക്കെ തന്നെ കൊണ്ടുവന്നു. പക്ഷെ ഫസ്റ്റ് AC എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ലക്ഷറി ആയിട്ട് ട്രീറ്റ് ചെയ്യും എന്നൊക്കെയുള്ള സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഭാഗ്യവശാൽ കൊറോണയ്ക്ക് ആയതുകൊണ്ട് ഇപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് സൂപ്പ് പൊടിച്ചു നോക്കാം. ഇത് മറ്റേ പൊടി ഇട്ട് കലക്കി മറ്റേ ഇൻസ്റ്റന്റ് സൂപ്പ് സെറ്റപ്പാണ്. അപ്പൊ കഴിച്ചൊക്കെ ഇതിനിടയിൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഉപ്പില്ലാത്തതല്ല, ഉപ്പൊക്കെ ഉണ്ട്. അമ്മക്ക് എനിക്ക് 2 ഉപ്പാണ്, ആ കണക്ക് വെച്ചിട്ടാണ്. ഇവിടുന്ന് ആക്ച്വലി നമ്മളിവിടുന്ന് പറയുന്നത് പുറത്തോട്ട് കേൾക്കാൻ പറ്റുന്ന കേട്ടോ തോന്നുന്നു. എനിക്ക് അപ്പുറത്തെ കുപ്പിയിൽ 2 കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന LKG UKG സ്റ്റാൻഡേർഡ് ആ ഏജ് ഉണ്ടല്ലോ, അവരിലുണ്ടെന്ന് തോന്നുന്നു. അവിടെ സൗണ്ട് കേൾക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് പുറത്തോട്ട് സൗണ്ട് കേൾക്കും. അപ്പൊ നമുക്ക് ഫുഡ് വന്നവര് കൊണ്ട് തന്ന ടേബിളൊക്കെ എടുത്ത് വെച്ച് എല്ലാം വെച്ച് തന്നിട്ട് പോയി. ഇത് എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കണം. ഇത് എന്താ എഗ് ബിരിയാണി വേണ്ടോ? കാണാൻ പക്ഷേ ടേസ്റ്റ് ഉണ്ടെന്നല്ലേ. നോർമൽ ബിരിയാണിയുടെ മണമല്ല, പക്ഷെ വേറൊരു മണം. നമ്മുടെ ചോളയും കെയിൻ റൈസുമാണ്. സ്പൂണും ഫോർക്കോ സ്പൂണ് സംതിങ് ബൗളൊക്കെ ഇതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ റൈസ് പാക്കറ്റ് ആക്കാം. പക്ഷെ ചൂടുണ്ട് കേട്ടോ നന്നായിട്ട്. കറിയും ക്വാണ്ടിറ്റി സ്പൂണുണ്ട്, ബൗളുണ്ട്.
കഴിക്കണം വേണ്ടത് കൺഫ്യൂഷനാണ്. പറ ഇവിടെ വേണ്ടേ അത്രയ്ക്ക് ട്രാജഡിയാണ്. അവസ്ഥയാണെന്ന് തോന്നുന്നു. എനിക്ക് മണം വെറുതെ ആയിരുന്നെന്ന് തോന്നുന്നു. പ്രതീക്ഷിച്ചില്ല. എന്നാ ഞാൻ അവിടെ ഉണ്ടാക്കിട്ടോ അല്ലെങ്കിൽ വാങ്ങിട്ടോ കൊണ്ടുവരണം. ബെറ്റർ ആണോ? കുറച്ചുകൂടെ ബെറ്റർ. നമ്മുടെ ടേസ്റ്റ് അല്ല, പക്ഷെ ബെറ്റർ. കഴിച്ചു കഴിഞ്ഞു വേണ്ടായിരുന്നു എന്നുള്ളൊരു അവസ്ഥയിലിരിക്കുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി ഫുഡ് അത്യാവശ്യം നല്ല ട്രാജഡിയായിരുന്നു. ബിരിയാണി കഴിച്ചേ ഇല്ല, പകുതി പോലും കഴിച്ചില്ല. മറ്റേ റൈസും ആ സംഭവമാണ് കുറച്ച് കഴിച്ചത് രണ്ടുപേരും കൂടെ. പക്ഷെ ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു കേട്ടോ. നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് കഴിക്കുന്ന ഒരാൾക്ക് കുറച്ചുണ്ടാവില്ല. ബിരിയാണി കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ഉണ്ട്, പക്ഷെ അത് ടേസ്റ്റ് ഒട്ടും ഇല്ല. മറ്റേത് റൈസ് ഭയങ്കര ക്വാണ്ടിറ്റി കുറവാണ്. അതിനെ പോയി വലിയ പണിയാക്കില്ലേ. ഗുഡ് മോർണിംഗ്. എണീറ്റിട്ട് ഇരിക്കായിരുന്നു. ഒരു സ്റ്റേഷനായിരുന്നു എണീറ്റപ്പോൾ. അവിടുന്ന് ഇതേ പോകുന്നത് ഇറങ്ങി. നല്ല വ്യൂ ആയിരുന്നു. അപ്പോഴേക്കും ഈ ട്രെയിൻ എൻ്റെ ഫ്രണ്ടിൽ കയറി. ഓക്കെ, നല്ല ഐസായിട്ടിരിക്കട്ടോ സത്യം പറഞ്ഞാൽ. കാശ്മീരൊക്കെ പോയി മഞ്ഞ നിൽക്കണമെന്ന് ഇല്ലാന്ന് തോന്നുന്നു. ഭയങ്കര തണുപ്പുണ്ട്. നമ്മള് മുമ്പ് കോവിഡിന് ശേഷം ട്രെയിനിൽ നമ്മൾ വന്നപ്പോൾ മീൻസ് ഒരു പേരിന് തണുപ്പുണ്ടായിരുന്നുള്ളൂ, ഇതുപോലെ ആയിരുന്നില്ല. പൈസ ഒന്നും നമ്മുടെ കയ്യിലാണെങ്കിൽ ആകെ ബ്ലാങ്കറ്റേ ഉള്ളൂ. ആ ഒരു രീതിക്ക് ഒന്നും ഡ്രസ്സ് വെച്ചില്ല. ഞാൻ കൈസായി പുകച്ച് പുറത്ത് ചാടിക്കുക എന്ന് പറഞ്ഞ പോലെ തണുപ്പിച്ച് പുറത്ത് ചാടിക്കാനുള്ള പ്ലാനാണെന്നാ തോന്നുന്നത് അവർക്ക്. അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുന്ന സ്വപ്നലോകത്തെ ബാലഭാസ്കരി രാവിലെ എണീറ്റിട്ട് സ്വപ്നം കാണാം. അയ്യോ നല്ല രസമുള്ള വ്യൂ ആണ്. ഇപ്പം ഞാൻ ഫ്രഷായിട്ട് ഫ്രഷൊക്കെ ചെയ്ത് വന്നിരുന്നു. ഇടയിൽ അപ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റ് വന്ന് ഓർഡർ എടുത്തിട്ട് പോയിട്ടുണ്ട്. ഐ മീൻ കുറച്ച് സമയമായി. നല്ല വിശപ്പുണ്ട്. എപ്പോഴാണ് വരിക എന്നറിയില്ല. കൂട്ടത്തിൽ നല്ല വെയിലുണ്ട്. സമയം ഇപ്പോൾ രാവിലെ 8:30 കാണും രാവിലെ. എന്നാലും നല്ല വെയിലടിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ കേട്ടൻ ഇല്ലാത്തതുകൊണ്ട് അത് നന്നായിട്ട് നല്ല ഹാർഷായിട്ട് അടിക്കുന്നുണ്ട്. കുഴപ്പമില്ല. 11 മണിയാകുമ്പോഴേക്കും മുകളിൽ പോയിട്ട് പിന്നെ അപ്പുറത്തെ സൈഡായിരിക്കും. അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. നല്ലൊരു ആശ്വാസം ഇതിനകത്ത് കയറിയപ്പോൾ. പക്ഷെ നല്ല രസമാണ് കേട്ടോ. നല്ല വ്യൂസും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. താഴ്ത്ത് നിന്നിട്ട്
വന്നു. നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. ഇന്നത്തെ പോലെ ട്രാജഡി ആവില്ല എന്നുള്ള വിശ്വാസത്തിൽ നോക്കാം. നമ്മൾ ഓർഡർ ചെയ്തത് ഒന്ന് ബ്രെഡ് ഓംലെറ്റും ഒന്ന് പോഹയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും വേസ്റ്റ് എടുക്കാനും പിന്നെ ഫ്ലോർ ഇത് നന്നായിട്ട് തുടയ്ക്കാനുമായിട്ട് ആൾ വന്നു തുടച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടെണ്ണം വാങ്ങിയോ? രണ്ടെണ്ണം വാങ്ങിക്കും, രണ്ടും കഴിക്കത് ഭയങ്കര സ്നേഹം. അതുകൊണ്ട് രണ്ടെണ്ണം വാങ്ങി. ട്രെയിൻ മൂവ് ആകാറായപ്പോഴത് സ്വീറ്റ് വാങ്ങാൻ ഉള്ള വന്നത്. അപ്പൊ അത് കഴിച്ചിട്ട് എന്താ സംഭവം, കാഷ്യൂ വാടി പിസ്ത വാടി പിസ്തയും കാഷ്യൂവിലുള്ള സ്വീറ്റ് ആണെന്ന് തോന്നുന്നത്. ഇതാണ് സംഭവം. കൊള്ളാൻ തോന്നുന്നു. നമുക്ക് കഴിച്ച് നോക്കാം. സാനിറ്റൈസർ ഇതിപ്പോ ഏത് സ്റ്റേഷനാ കഴിഞ്ഞെന്ന് പോലും ശ്രദ്ധിച്ചിട്ടില്ല. ഇത് പഠിച്ചു നോക്കി അകത്ത് ഗ്ലാസ് വെച്ച് അത് അടിപൊളിയായിരുന്നു. എന്തായാലും അകത്തില്ലെങ്കിലും പുറത്തുള്ളതെങ്കിലും ടേസ്റ്റ് ഉണ്ടായാൽ മതി. ഇത് നമ്മൾ ആദ്യം കാഷ്യൂ ആണ് പോയി. നമ്മൾ കാണുന്ന ആ ടേസ്റ്റ് അല്ല. ഇത്രത്തോളം വേണ്ടുണ്ട്. ഒരുപാട് ക്വാണ്ടിറ്റി ഒരുപാടുണ്ട്. ഇപ്പൊ ഇതേ 11:30 ആയിട്ടോ. ഇപ്പൊ കുറച്ച് മുമ്പ് വന്ന് അവര് ഫുഡിന് ഓർഡർ എടുത്തിട്ട് പോയി ലഞ്ചിനുള്ളത്. പിന്നെന്താ നമ്മളിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്നു. കുറേ സ്ഥലത്തൂടെ പോയി കുറേ നല്ല നല്ല അടിപൊളി വ്യൂസ് ഉണ്ടായിരുന്നു. ഇടയിൽ ലേക്കായിട്ടും റിവറായിട്ടും മൗണ്ടെയിൻസ് ആയിട്ടും ഒക്കെ നല്ല അടിപൊളി വ്യൂ ഉണ്ടായിരുന്നു. ശരിക്കും ട്രെയിന് ഭയങ്കര രസമാണ് ട്രെയിൻ യാത്ര. നമ്മൾ പലർക്കും ട്രെയിൻ കംഫർട്ടബിൾ അല്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് എന്തോ യാത്ര ഇപ്പം ലോങ് ഒക്കെ പോകുമ്പോൾ ശരിയാണ് നമുക്ക് ഒരുപാട് സമയം എടുക്കും. ഇതേപോലെ ഇപ്പോൾ ഡൽഹിയിൽ പോകുമ്പോൾ 1.5-2 ദിവസങ്ങളൊക്കെ എടുക്കും. അത് ശരിയാണ്. പക്ഷെ നമ്മൾ ശരിക്കും ഒരു ട്രാവലിംഗ് എൻജോയ് ചെയ്യാനും റിലാക്സ് ചെയ്തും പോകണമെന്നുണ്ടെങ്കിൽ ട്രെയിൻ ശരിക്കും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ എ സി നല്ല കൂളിംഗും ഉണ്ട്. എനിക്കൊന്നും ഉച്ചയായപ്പോൾ വെയിലിൻ്റെ ഇതിൽ ചൂടറിയാതിരിക്കാൻ തോന്നി. ഇപ്പോൾ കുറച്ചുകൂടെ ഇതാക്കിയിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി വരുന്നതിന് മുമ്പ് എനിക്ക് നല്ല ചുമയും കൂട്ടത്തിൽ പനിയുണ്ടായിരുന്നു. പനി 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അത് മാറി. പക്ഷെ ചുമയുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ മാറി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് എന്നുള്ളതൊക്കെ. എന്തായാലും നല്ല രീതിക്ക് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇങ്ങോട്ടും ഈ വ്യൂ ഇതൊക്കെ. ഇത് ഫസ്റ്റ് AC ക്യാബിനാണ്. അതായത് 4 സീറ്റ് ഉണ്ടാവും. നമ്മൾ കൂപ്പ എന്ന് പറയുമ്പോൾ 2 സീറ്റ്, ഇതാകുമ്പോൾ 4 സീറ്റ് ഉണ്ടാവും. വലിയ ഫാമിലി ആകുമ്പോൾ നമുക്ക് ഇതായിരിക്കും നല്ല കംഫർട്ടബിളായിരിക്കും. 2 സൈഡിലും മുകളിലേക്ക് കയറാൻ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ്, ഇപ്പുറത്തെ സൈഡിലും അതേപോലെ സ്റ്റെപ്പുണ്ട്. അപ്പോൾ ഒരു ഫാമിലി ആയിട്ട് അച്ഛനമ്മ 2 പേര് അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും ക്യാബിനാണെങ്കിൽ. പിന്നെ നോർമലി ട്രെയിനിലുണ്ടാവുന്ന പോലെ കണ്ണാടി ഉണ്ട്, വാഷ് ബേസ് ഉണ്ട്, ഹാൻഡ് വാഷും വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഫുഡുണ്ട്. പിന്നെ ഇവിടെ വാഷ്റൂംസ് യൂറോപ്യനും ഇന്ത്യനും രണ്ടും ഉണ്ട്. പുറത്തേക്ക് പോകാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
ഭയങ്കര വൃത്തി എന്ന് പറയാനൊന്നുമില്ല, ബട്ട് കുഴപ്പമില്ല. അങ്ങനെ അകത്തും ഒരു വാഷ് ബേസ് ഉണ്ട്, ഹാൻഡ് വാഷ് ഉണ്ട്, പിന്നെ വിൻഡോ, പിന്നെ ഇത് ഫ്ലാഷ്. ഫുഡ് വന്നു. അയ്യോ വിഷന്ന് കുറച്ചധികം ലേറ്റായി. എന്താ ലേറ്റായി എന്ന് വെച്ചപ്പോൾ അവർ ഹിന്ദിയിൽ എന്തോ പറഞ്ഞു. ഞാൻ ഓക്കെ എന്നും പറഞ്ഞ് ഞാനും പോയി, ആളും പോയി. ഞാനെന്താ ചോദിച്ചെന്ന് ആൾക്കും മനസ്സിലായില്ല, ആളെന്താ പറഞ്ഞതെന്ന് എനിക്കും മനസ്സിലായില്ല. വന്നു. ഇതിപ്പോ വെജും നോൺ വെജും ഉണ്ട്. നമ്മൾ രണ്ടും അറിയാൻ വേണ്ടി എടുത്തത്. എഗ്ഗും ഉണ്ടായിരുന്നു കേട്ടോ ഓപ്ഷന്. ഓക്കെ, ഇതാണ്, ഇത് വെജാണെന്ന് തോന്നുന്നു, സംതിങ്. ഓക്കെ, ഇത് ദാലും റൈസും പിക്കിളുണ്ട്. ഇത് പൊട്ടാറ്റോ Sweet and curd. സ്വീറ്റ് യെസ് ഒന്നുകൂടി എടുക്കും. ഇത് ചിക്കൻ, ദാൽ റൈസ് ആൻഡ് ചിക്കൻ കറി. ഓക്കെ, വെജിലാകുമ്പോ ഉരുളക്കിഴങ്ങും അതിൽ ചിക്കൻ, പിന്നെ അതെ ചപ്പാത്തി ഉണ്ട്. എത്ര ചപ്പാത്തി 6 ചപ്പാത്തി, ഒരാൾക്ക് 3 ചപ്പാത്തി വെച്ച് അതുകൊണ്ട്. പിന്നെ നമ്മള് സ്വീറ്റും കൂടെ മേടിച്ചു. റൊട്ടി ഇന്നലെ നല്ലതായിരുന്നു അത്. ഈ കറിയെ കൊള്ളാം, കുഴപ്പമില്ല. ലഞ്ച് നല്ലതാ. അപ്പോൾ ചിക്കൻ കറിയിൽ എനിക്ക് ഉപ്പ് കൂടുതലായതുകൊണ്ടും ചിക്കൻ കറിയിൽ ഉമ്മക്ക് ഉപ്പ് കറക്റ്റ് ആയതുകൊണ്ടും ചിക്കനും മേടിക്കാൻ ഞാൻ വെച്ചും കഴിക്കാൻ പോവാണ്. ഉണ്ടല്ലോ, അത് ഭയങ്കര ഉപ്പുണ്ട്. കറിയില്ലേ എടുക്കാം. അപ്പൊ കുഴപ്പമില്ല കേട്ടോ, ഫുഡ് നല്ലത് തന്നെയാണ്. ഇന്നത്തെ ബിരിയാണി മാത്രമാണ് കുറച്ച് നന്നായി തന്നത്. ഞങ്ങളവിടുത്തെ പോലെ തോരനും മെഴുക്ക് വരുത്തി അങ്ങനെ സാധനങ്ങളൊന്നുമില്ല, കറികൾ മാത്രമേ ഉള്ളൂ. എല്ലായിടത്തും അങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ വേറെ ഇപ്പം ചെന്നൈയിലുള്ള ആൾക്കാർ എന്റെ ഫേവറേറ്റ് പിസ്സ ചിക്കൻ. എന്റെ ഫേവറേറ്റ് പീസ് ആണ് കേട്ടോ അതിന് പിന്നെ ഇരിക്കുന്നത്. പിന്നെണ്ടോ ഫുഡ് വന്നോന്ന് എത്തി നോക്കുന്ന മർഷിനീനോ വിശന്ന് പൊരിഞ്ഞ് പാവാടി കൊണ്ടിരിക്കുന്ന കുട്ടി. ഇഞ്ച് ഫുഡെന്ന് കുറേ സമയം പച്ചക്കുതിരയായിട്ട് കരഞ്ഞോണ്ടിരിക്കുന്നു. പട്ടായി പോയി അമ്മയ്ക്ക് പോയി. Please come first, Henry. Actually, ഇപ്പൊ സമയം 9:15 എനിക്ക് ഇനി ഫുഡ് തന്നിട്ടില്ല. എനിക്ക് വിശക്കുന്നു. ഒരു ഭയങ്കര ഡിലേ ആട്ടോ ഫുഡ് വരാൻ. 6:30 ആയപ്പോ ഓർഡർ എടുക്കാം.
എന്നിട്ട് ഇനിയും വന്നിരുന്നു. അവന്മാരുടെ അടുത്ത് ചോദിക്കാൻ എനിക്ക് ഭാഷ അറിഞ്ഞൂടാ, വലിയ പണിയായിപ്പോയി. ഫുഡ് വരാത്തോണ്ട് പ്ലാനിച്ചിരിക്കുന്ന 2 പേരായിട്ടോ. ഉറക്കം വന്നിട്ട് ഉറങ്ങാൻ കേട്ടിട്ട് അന്തം പിടിച്ചിരിക്കുക. ഫുഡ് കഴിച്ചു. ഫുഡിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, വിശന്നിരുന്നുകൊണ്ട്. അത് കഴിഞ്ഞ് ഇത് ഇവരൊന്ന് ക്ലീൻ ചെയ്തു. രാവിലെ വീണ്ടും അവർ ക്ലീൻ ചെയ്യാൻ വന്നു. 3 തവണ ക്ലീൻ ചെയ്യും കേട്ടോ ഒരു ദിവസം. ഇതിപ്പോൾ ലാസ്റ്റ് ഡേ എന്തായാലും. ഫ്രഷ് ആയിപ്പോൾ ഒന്ന് റെഡി ആവുകയും ചെയ്തു. അപ്പോഴേക്കും ചായയും വന്നു. ഇന്ന് ഉച്ചവരെയും കൂടി ഉള്ളൂ ട്രെയിനിൽ. ഉച്ചയ്ക്ക് 12:30 ആകുമ്പോൾ നമ്മൾ ഡൽഹിയിലെത്തും എന്നാണ് പറയുന്നത്. മീൻസ് ഓൺ ടൈം തന്നെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സോ സത്യം പറയല്ലോ, കുറച്ച് ദൂരം കൂടെ വേണമെന്നായി. കാരണം ഇത് നമ്മൾ ആദ്യം വിചാരിച്ചത് ബോറടിക്കും 2 ദിവസമൊക്കെ ആകുമ്പോൾ പോകുന്ന. പക്ഷെ അങ്ങനെയല്ല, ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് ദൂരം കൂടെ അങ്ങനെ പോകണമെന്ന് തോന്നും. എന്തായാലും അമ്മ ഫ്രഷ് ആയിട്ട് വന്നു. ഓക്കെ, ചെറുതുണ്ടാവും. നേരത്തെ ഞാൻ കാണിച്ചു തരാൻ മറന്നുപോയി. വാഷ്റൂമൊക്കെ കാണിച്ചപ്പോൾ ഇത് ട്രെയിനിലുള്ള ബാത്റൂമാണ്. ലോങ് ട്രെയിൻ ആയതുകൊണ്ട് നമുക്ക് കുളിക്കാനുള്ള സൗകര്യം കൂടെ ട്രെയിനിലുണ്ട്. ഈ ഡോർ നടക്കണം. മുകളിൽ ഷവറുണ്ട്, ഷവറുണ്ട്, താഴെ ടാപ്പുണ്ട്, ഇവിടെ കണ്ണാടിയുണ്ട്. അപ്പോൾ ഇതാണ് ട്രെയിനിലെ ബാത്റൂം. ഞങ്ങളിതേ എല്ലാം വീണ്ടും റെഡിയായി, എല്ലാം പാക്ക് ചെയ്തു. തിരിച്ച് പാക്ക് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ബിസ്ക്കറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് തൽക്കാലം. ഐ മീൻ ഇവിടുത്തെ കൊള്ളൂല, പുറത്തുനിന്ന് കിട്ടിയതുമില്ല. അതാണ് സത്യാവസ്ഥ. അപ്പൊ അതുകൊണ്ട് എല്ലാമായി. ഇനി പുറത്ത് നമ്മൾ 12:30 ആകുമ്പോഴാണല്ലോ എത്തുക. അപ്പൊ ഇനി 1 മണിക്കൂറൂടെ ഉള്ളൂ. അപ്പോൾ എല്ലാം സെറ്റായി. സത്യം പറഞ്ഞ ട്രെയിനോട് ബൈ പറയാൻ തോന്നുന്നില്ല. ഇത് അടിപൊളിയായിരുന്നു. ഇത് ഈ ബർത്ത് കണ്ടോ, വലിയ ബർത്താട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയതാ. നമ്മൾ നോർമലി 2nd AC-ലും 3rd AC-ലും ഉണ്ടാവുന്നതിനെക്കാട്ടിലും വലിയ ബർത്താണ് നമുക്ക്. ഇത്
ഇന്നലെ ഉച്ചയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ കിടന്നതാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സുഖമായിട്ട് കിടക്കായിരുന്നു. ഒരു ബർത്തിൽ തന്നെ മുകളിലേക്ക് കയറാൻ മടിച്ചിട്ട് രണ്ടുപേരും കൂടെ ഒരിടത്ത് കിടന്നതാണ്. അത് കണ്ടോ, ഞങ്ങൾക്ക് സുഖമായിട്ട് കിടക്കായിരുന്നു അവിടെ. അപ്പം അത്രയും വീതിയുള്ള ബർത്താണ്. നല്ല വീതിയുണ്ട്, നല്ല കംഫർട്ടബിൾ ആയിട്ട് കിടക്കാം. മറ്റേത് നമ്മൾ വീഴൂലേ എന്നൊക്കെയുള്ള ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ, അതുപോലെയല്ല മുകളിലിത്. അപ്പം ശരി, എല്ലാം സെറ്റായി. ഇനി അവിടെ എത്താറാകുമ്പോൾ കാണാം. നമ്മള് സ്റ്റേഷനിലെത്തി. ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലാട്ടോ. നമ്മൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലല്ല എത്തുന്നത്. നമ്മൾ എത്തിക്കഴിഞ്ഞു. കറക്റ്റ് ഓൺ ടൈം ആട്ടോ. കറക്റ്റ് 12:32 ആയി. അപ്പൊ കറക്റ്റ് എത്തിയിട്ടുണ്ട്. അടിപൊളി. 33 ആയി. ദിസ് ഈസ് നൈസ്. നമ്മൾ ഏറ്റവും ഫ്രണ്ടിലാണ് ഫസ്റ്റ് പോവുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇത്രയും ദൂരം ഇനി തിരിച്ച് നടക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ലെറ്റ്സ് സീ. അപ്പോൾ നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ നമ്മൾ ഇറങ്ങാണ്. കുപ്പിയോട് ബൈ ബൈ പറയാണ്. അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എന്തായാലും. അപ്പോൾ നമ്മുടെ ഈ വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ അടുത്തത് നമ്മൾ ഡൽഹി വ്ലോഗുമായിട്ട് വരാം. അതുവരെ ബൈ 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 ബൈ. चलो